ഇറാൻ US യുദ്ധം അടുത്തൊന്നും അവസാനിക്കുന്ന ലക്ഷണം കാണുന്നില്ല. നടത്തിയ ചർച്ചകൾ ഫലം ചെയ്തില്ല. തുടർ ചർച്ചകളുടെ സാധ്യത അടയുകയും ചെയ്തു. ഉപരോധം നീക്കിയാൽ ഹോർമുസ് തുറക്കാമെന്ന ഇറാന്റെ നിർദ്ദേശം ട്രംപ് തള്ളുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇറാന്റെ ഒരു എണ്ണക്കപ്പൽ കൂടി US സെൻട്രൽ കമാൻഡ് തടഞ്ഞിടുകയും ചെയ്തു. അതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ബാരലിന് $112 അതിൻ്റെ വില. സൗദിയിൽ GCC രാജ്യങ്ങൾ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ട്. അതിനിടെ UAE ഒപ്പക്കിൽ നിന്നും ഒപ്പക് പ്ലസിൽ നിന്നും ഇറങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. ജിമ്മി, എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്? ഈ യുദ്ധത്തിൽ രണ്ടുപേരും ജയിക്കാനൊരു സാഹചര്യം, രണ്ടുപേരും തോൽക്കാതിരിക്കാനുള്ള സാഹചര്യം, അതാണല്ലോ ചർച്ചയിലൂടെ ആർക്കും നാണക്കേടില്ലാതെ ഇതിൽ നിന്ന് പിന്മാറണം. അതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട രീതി. എന്തുകൊണ്ടോ അമേരിക്ക യുദ്ധം മാറിയിട്ട് സാമ്പത്തികമായ ഉപരോധത്തിലൂടെ ഇറാനെ തറപറ്റിക്കാം എന്ന ഒരു തന്ത്രത്തിലേക്ക് മാറിയിട്ട് കുറച്ച് ദിവസങ്ങളാകുന്നു. അത് ഏതാണ്ട് ഫലം ചെയ്യുന്ന ഒരുപാട് സൂചനകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ശേഖരിച്ച് വെക്കാനുള്ള സ്ഥലം തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നാളെ ആകുമ്പോഴേക്കും ഇനി ഇറാന് ഒരു തുള്ളി എണ്ണ പോലും സംഭരിച്ച് വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇറാന് രണ്ട് സാധ്യതയുള്ളൂ. ഒന്നെങ്കിൽ എണ്ണ ഉൽപ്പാദനം നിർത്തണം. എണ്ണ ഉൽപ്പാദനം നിർത്തിയാൽ അവിടെ എണ്ണ കിണറുകൾ പിന്നീട് എണ്ണ കാര്യമായി ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുമെന്നാണ് സാങ്കേതികമായി ഈ മേഖലകളിൽ പറയുന്നത്. അല്ലെങ്കിൽ ഈ എണ്ണ മുഴുവൻ കടലിലേക്ക് ഇറക്കേണ്ടി വരും. അത് അതിലും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇറാന് ചുറ്റും. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നത്തിൽ അമേരിക്ക കുടുക്കിയ കുടുക്ക്, അതായത് ഹോർമുസിലെ അവരുടെ ചെക്ക് പോസ്റ്റ്, ഒരൊറ്റ കപ്പൽ പോലും നേരാവണ്ണം കടക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ഇതിനിടയ്ക്ക് ചില കപ്പലുകൾ പാകിസ്ഥാൻ ഓരം ചേർന്ന് ഇന്ത്യൻ തീരത്തേക്ക് എത്തി. അത് 34 കപ്പലുകൾ വരെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. പക്ഷേ അതൊന്നും അല്ല പ്രശ്നം. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം കപ്പലുകളും കുടുങ്ങിക്കിടക്കുക തന്നെയാണ്. ഇറാൻ്റെയും അമേരിക്കയുടെയും ചെക്ക് പോസ്റ്റുകളെ മറികടന്നിട്ട് ഒരു രാജ്യത്തിനും അവിടെയുള്ള ഒരു രാജ്യത്തിനും ഇത് പൂർണ്ണമായും സ്വതന്ത്രമായി എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകാനുമാവില്ല. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇറാൻ പൊളിയാൻ സാധ്യതയുണ്ട് എന്ന അമേരിക്കയ്ക്ക് ഒരു ധാരണയോ മിഥ്യാധാരണയോ എന്തോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ബ്ലോക്കേഡ് ഞങ്ങൾ മാറ്റില്ല എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അമേരിക്ക. എന്ന് മാത്രമല്ല, ഇന്ന് മറ്റൊരു കാര്യം കൂടെ നടന്നു. UAE ഒപ്പക്കിൽ നിന്നും ഒപ്പക് പ്ലസിൽ നിന്നും, ഒപ്പക് പ്ലസിന് റഷ്യ കൂടിയുള്ളതാണ്. ഒപ്പക്കിനകത്ത് ഗൾഫിലെ രാജ്യങ്ങളാണ് പ്രധാനം. വെനിസ്വേലയും ഉണ്ട്. അത് സൗദി അറേബ്യ നേതൃത്വം നൽകുന്നു. സൗദി അറേബ്യയ്ക്കാണ് ഒരു പ്രധാനപ്പെട്ട ഗ്രിപ്പ്. എന്താണ് കാരണം? ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ അതിനെതിരായ റെസ്പോൺസിൽ വളരെ മോശമായിരുന്നു നിങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞുകൊണ്ടാണ് UAE പുറത്തേക്ക് വരുന്നത്. എന്താണ് ഒപ്പക്കിൻ്റെയും ഒപ്പക് പ്ലസിൻ്റെയും പ്രത്യേകത? ലോകത്ത് എണ്ണവില കൂട്ടാനും കുറയ്ക്കാനും ശക്തിയുള്ള എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ ഒരു സംഘടന 26 രാജ്യങ്ങളാണുള്ളത്. അപ്പോൾ എന്താണ് പ്ലാൻ? ഇതും അമേരിക്കയുടെ മറ്റൊരു ബുദ്ധിയാണ്. ലോകത്ത് എണ്ണവില ഇപ്പോൾ $112 നിൽക്കുന്നു. കാരണം ഹോർമുസ് കടലിടുക്കിലേക്ക് ഇത് മാത്രമല്ല, എണ്ണയുടെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന പല സംവിധാനങ്ങളും ഒപ്പക്കിനകത്തുണ്ട്. അതിന് പുറത്തേക്ക് ഒരു രാജ്യം വരുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വേണ്ടി മറ്റെന്തോ ചില വിടുപണികൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പുറത്തേക്ക് വരുന്നുള്ളത്. വിശദമായ ആളുകൾ പലരും പറയുന്നുണ്ട്. ചുരുക്കത്തിൽ അമേരിക്ക രണ്ടാമതൊരു യുദ്ധമുഖം കൂടെ തുറന്നിരിക്കുകയാണ്. ഒപ്പക് പ്ലസിനെ പിളർത്തിയിരിക്കുന്നു. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഇപ്പോൾ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം, കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം ഒപ്പക് പ്ലസിൽ നിന്ന് പുറത്തു വരുന്നതോടുകൂടി കഴിഞ്ഞ 10-40 വർഷമായി നിലനിന്ന ഒരു വലിയ സംവിധാനം തകരുകയാണ്. അമേരിക്കയുടെ നിർദ്ദേശാനുസരണമാണ് ഈ പോക്കെന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ രണ്ട് യുദ്ധമുഖങ്ങൾ, ഒന്ന് ഹോർമുസ് കടലിടുക്കിൽ, മറ്റൊന്ന് ഒപ്പക്കിൻ്റെ കോൺഫറൻസ് ടേബിളിൽ. ഈ രണ്ടിടത്തും അമേരിക്ക പുതിയ ചില നീക്കങ്ങൾ നടത്തുന്നു. ഇറാൻ പെടുന്നു. ഇതാണ് സാഹചര്യം. പക്ഷേ IRGC എന്ന് പറയുന്ന സംവിധാനത്തെ വില കുറച്ച് കണ്ടുകൂടാ. എണ്ണയല്ല, എന്ത് സംഭവിച്ചാലും എന്തില്ലെന്ന് പറഞ്ഞാലും രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും അവരുടെ പരമോന്നത നേതാവിൻ്റെ നിർദ്ദേശവും അനുസരിച്ച് ഞങ്ങൾ ആയുധം താഴെ വയ്ക്കൂ എന്ന് പറയുന്ന ഒരു വലിയ സന്നാഹം അവിടെയുണ്ട്. തലയില്ലെങ്കിലും ഉടൽ യുദ്ധം ചെയ്യുന്ന IRGC. ആ IRGC അമേരിക്കയുടെ ഈ സാമ്പത്തിക ഉപരോധത്തെയും കണക്കൂട്ടകളെയും മറികടന്നുകൊണ്ട് യുദ്ധം പുനരാരംഭിച്ചാൽ എന്ത് ചെയ്യും? അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ തൽക്കാലം ചർച്ചയ്ക്ക് മുമ്പിൽ, ചർച്ചാ ടേബിളിൽ അമേരിക്കയ്ക്ക് ഒരു മേൽക്കൈ കിട്ടുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരായ വിരോധം പിൻവലിച്ചാൽ ഹോർമുസ് തുറക്കാം എന്ന് പല പ്രാവശ്യം ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അജിംസ്, ഇന്ത്യ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആവശ്യത്തിന് എണ്ണ ഞങ്ങൾ സംഭരിച്ചിട്ടുണ്ട്, എണ്ണ വില വർദ്ധിക്കാൻ പോകുന്നില്ല, എണ്ണയുടെ ക്ഷാമം ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ ഇന്ത്യ അവകാശപ്പെടുന്നു. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ കേന്ദ്രബിന്ദു ഇപ്പോൾ എണ്ണയായി മാറുന്നില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ജിമ്മി അവസാനം പറഞ്ഞു നിർത്തിയല്ലോ, ഈ ഇറാൻ ഡിഫൻസിലാണ് ചർച്ച, നെഗോഷിയേഷൻ ടേബിളിൽ ഇറാൻ ഡിഫൻസിലാണ് എന്നാണ് പറയുന്നത്. ഇറാൻ്റെ ഏറ്റവും വലിയൊരു സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ അവരുടെ നെഗോഷിയേഷൻ സ്കില്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ജർമ്മനിയുടെ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ്, അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇറാൻ യഥാർത്ഥത്തിൽ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അമേരിക്കയെ ഒരു തരം കുട്ടിക്കളി കളിപ്പിച്ച് പൊട്ടം കളിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.
കാരണം ഇവരുടെ നെഗോഷിയേഷൻ സ്കില്ലിനെ കുറിച്ച് ലോകത്തിനുള്ളൊരു ധാരണ അതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 7 വൻശക്തി രാജ്യങ്ങളുമായി അവർ ആണവ കരാറുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചതാണല്ലോ. ഒരുപക്ഷെ ആധുനിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകളിലൊന്നാണത്. ദീർഘകാല നെഗോഷിയേഷൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അത് റദ്ദാക്കപ്പെട്ടെങ്കിലും അത് നിലനിന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ച് ഇറാന് വലിയ വിജയമാണത്. ഒരേ സമയം അവരുടെ സിവിലിയൻ ന്യൂക്ലിയർ റിയാക്ടറുകൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു, മറുവശത്ത് അവർക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കി. അങ്ങനെ അമേരിക്കയുടെ ശത്രു രാജ്യമായ ഒരു രാജ്യത്തിൻ്റെ മേലുള്ള സാമ്പത്തിക ഉപരോധം ലോകം നീക്കുക എന്ന് പറഞ്ഞാൽ ആ നെഗോഷിയേഷൻ സ്കിൽ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അവിടെയാണ് നമ്മൾ ജർമ്മൻ ചാൻസലർ പറഞ്ഞ കാര്യം കൂട്ടി വായിക്കേണ്ടത്. ഇപ്പോൾ അബ്ബാസ് അറാക്ചി കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് പോയായിരുന്നല്ലോ. എന്തിനാണ് റഷ്യയിലേക്ക് പോകുന്നത്? ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുകയാണ്. ഇനി അടഞ്ഞു കിടന്നു തന്നെ ഇരിക്കട്ടെ. അമേരിക്കയും ഇറാനും റഷ്യയും തമ്മിൽ പങ്കിടുന്ന കാസ്പിയൻ സീ, ഇന്നലെ ജിമ്മി പറഞ്ഞല്ലോ, ഈ കാസ്പിയൻ സീ വഴി എണ്ണ കടത്താം, ചരക്കുകൾ കടത്താം അവർക്ക്. അവിടെ വേറെ ആരും വരാൻ പോകുന്നില്ല. ഇപ്പോൾ റഷ്യ അതിന് സഹകരിച്ചാൽ മാത്രം മതി. പക്ഷേ അവിടെ ഒരു തുറമുഖം കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ബോംബിട്ട് തകർത്തിട്ടുണ്ട്. ചിലപ്പോൾ ആ വഴിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയായിരിക്കാം. അപ്പോൾ അവർ പകരം വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇപ്പോൾ ഡിഫൻസിലാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എണ്ണോൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ ഡിഫൻസിൽ തന്നെയാണ്. പക്ഷേ ഇവർ വഴങ്ങിക്കൊടുക്കുന്നില്ല എന്നുള്ളിടത്താണ്. ഇപ്പോൾ ഇറാൻ്റെ ലക്ഷ്യം എന്താണ്? ഹോർമുസ് കടലിലേക്ക് മാത്രമായി നെഗോഷിയേഷൻ മാറ്റുകയാണ് ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്ക് എപ്പോഴാണ്? യുദ്ധത്തിന് മുമ്പ് ഹോർമുസ് കടലിടുക്ക് ഒരു പ്രശ്നമേ അല്ല. യുദ്ധത്തിന് ശേഷമുണ്ടായ പ്രശ്നമാണ് ഹോർമുസ് കടലിടുക്ക്. അപ്പോൾ ചർച്ച യുറേനിയം സമ്പുഷ്ടീകരണം, ലബനാനിലെ വെടിനിർത്തൽ പോലുള്ള 10 നിർദ്ദേശങ്ങളിൽ ഹോർമുസ് കടലിടുക്ക് മാത്രമായി ചർച്ച മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ ആരുടെ വിജയമാണ്? യുദ്ധത്തിനിറങ്ങിയ അമേരിക്ക അതിനുശേഷമുണ്ടായ ഹോർമുസ് കടലിടുക്കിലേക്ക് നെഗോഷിയേഷന് വേണ്ടി ഇറാനുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആരാണ് ഡിഫൻസ്, ആരാണ് നേട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും എക്കണോമിക്കലി ഇറാന് വലിയ സെറ്റ്ബാക്കാണ് ഈ പ്രശ്നം. പക്ഷേ നയതന്ത്രപരമായും മറ്റ് കാര്യങ്ങളിലും അവർ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ തടയാനോ അവരോടൊന്ന് വഴങ്ങാൻ ആവശ്യപ്പെടാനോ അമേരിക്ക കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ ഇത് ഇന്നും നാളെയായിട്ട് തീരുന്ന പ്രശ്നമല്ല. അങ്ങനെ തീരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഇതിലെ 3 പ്ലെയർമാരും, അമേരിക്കയാകട്ടെ, ഇസ്രായേൽ ആകട്ടെ, ഇറാനാകട്ടെ. ഇറാൻ പ്രതീക്ഷിക്കുന്ന അവരെ സംബന്ധിച്ച് ഒരു എക്സിസ്റ്റൻഷ്യൽ വാറിലാണ്, അവർ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടത്തിലാണ്. അങ്ങനെ ഒരു എക്സിസ്റ്റൻഷ്യൽ വാർ പ്രതീക്ഷിച്ചിറങ്ങിയ അവർക്ക് അത്രയും വലിയൊരു ആക്രമണം അവരുടെ മേലുണ്ടായിട്ടില്ല. ആ വെടിനിർത്തൽ സംഭവിച്ചു കഴിഞ്ഞു. അവർ പ്രതീക്ഷിച്ചത് ഗസ പോലെ ഇറാനെയാക്കി മാറ്റിയേക്കാം അമേരിക്കയും ഇസ്രായേലും ചേർന്നാണെന്നാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ പോലും അവർ ഇനിയും വലുത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതല്ല, ഇനിയും വലുത് വരാനിരിക്കുന്നു അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ 3 പാർട്ടിയും ഈ പ്രശ്നം എളുപ്പം പരിഹരിക്കാനല്ല ശ്രമിക്കുന്നത്, പോയേക്കാം എന്നുള്ള അപ്രഹെൻഷനിലാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രക്രിയയും. പ്രമോദ്, നേരത്തെ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലൊക്കെ ഉദ്ദേശിച്ചത് ഒരു ഷോർട്ട് ടേം യുദ്ധമായിരിക്കും ഒരു പക്ഷേ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് അവരുടെ റെജീം ചേഞ്ചാണല്ലോ അവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഏറ്റവും മുകൾ തട്ടിലുള്ള ആളുകളെയൊക്കെ കൊന്നൊടുക്കിയ ശേഷം ഒരു റെജീം ചേഞ്ചൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അതൊന്നും നടന്നില്ല. ഇപ്പോൾ ആ പരിപാടിയൊക്കെ ആലോചിക്കുന്നു പോകുന്നില്ല. നേരെ മറിച്ച് ഹോർമുസും തുറന്നു കിട്ടുക എന്ന ലക്ഷ്യത്തിലേക്ക് മാത്രമായിട്ട് ഇത് ചുരുങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇത് വലിയ സാമ്പത്തിക പ്രശ്നം ലോകത്താകെ പല രാജ്യങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്ക് വരെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുതിയൊരു ലോകക്രമത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണോ ഉള്ളത്? ഇതിൽ കണ്ടെന്ന് വെച്ചാൽ ഹോർമുസ് തുറക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം എന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാണല്ലോ ഇറാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അനുവദിക്കാത്തത്? നേവൽ ബ്ലോക്കേഡ് മാറ്റണം എന്നാണ് ഇറാന്റെ ആവശ്യം. നേവൽ ബ്ലോക്കേഡ് വന്നത് എന്തിനാണ്? നാവിക ഉപരോധം വന്നത് എന്തിനാണ്? ഇവർ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അത് കാണണം. ഇത് ഭയങ്കര തമാശയാണ്. അതായത് ട്രംപ് നാവിക ഉപരോധം കൊണ്ടുവരുന്നത് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയിട്ടുള്ള ഈ നിയന്ത്രണം അല്ലെങ്കിൽ അത് അടച്ചത് തുറപ്പിക്കാൻ വേണ്ടിയാണ്. അത് തുറക്കാമെന്ന് പറയുമ്പോൾ ഞങ്ങളിത് തുടരുമെന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അജിംസ് പറഞ്ഞ പോലെ ഇത് ഇന്നോ നാളെയോ തീർക്കുക എന്നുള്ളതല്ല, ഇതിൻ്റെ പേരിൽ ഒരു ദീർഘമായ ഒരു വിലപേശൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക എന്നതാണ് ഇതിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം എന്താ? ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ മാത്രമാണെങ്കിൽ ഇപ്പോൾ അനുവദിക്കാമായിരുന്നു. പക്ഷെ അതല്ല, അതിലുപരിയായിട്ട് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് കംപ്ലീറ്റ്ലി അത് ഇല്ലാതാക്കുക, ദീർഘകാലത്തേക്ക് വലിയൊരു പദ്ധതി അതിലൂടെ നേടിയെടുക്കാൻ. ഇപ്പോൾ ഇറാൻ ഒരല്പം അയഞ്ഞു എന്ന് കാണുമ്പോൾ അതിൽ ഊന്നി നിന്നുകൊണ്ട് പരമാവധി നേടിയെടുക്കാനുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അയഞ്ഞും മുറുകിയും ഇതിങ്ങനെ തുടരുക എന്നതാണ് കുറച്ചു കാലത്തേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം പെട്ടെന്ന് അവസാനിക്കുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയും ആപത്തും എന്ന് പറയേണ്ടി വരും. യെസ്, യുദ്ധം അവസാനിക്കാത്തത് അമേരിക്കയെയോ ഇറാനെയോ ഇസ്രായേലിനെയോ ഗൾഫ് രാജ്യങ്ങളെയോ മാത്രമല്ല ബുദ്ധിമുട്ടിലാക്കുന്നത്, നമ്മുടെ രാജ്യത്തെ അടക്കം അത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം എത്രത്തോളം നീളുന്നോ അത്രത്തോളം പ്രതിസന്ധി നമ്മളൊക്കെ അനുഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്.